നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ ഒരു സാഹചര്യത്തിലും ധനുഷിന്റെ സ്നേഹയുടെ വിവാഹമായിട്ട് മുന്നോട്ട് പോവാനാ തീരുമാനം. എന്താ നിന്റെ അഭിപ്രായം? നിന്റെ മനസ്സിൽ എന്താണെങ്കിലും നിനക്ക് പറയാം. എടുത്തി പറ. ഈ നിമിഷം വരെ സച്ചിനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. അച്ഛനും ഏട്ടനൊക്കെ പറയുന്ന പോലെ നാളെ ഇനി വരുമെന്ന് തീർച്ചയില്ല. അങ്ങനെ ഇരിക്കെ ഈ വിവാഹം ഇപ്പൊ നടത്തേണ്ട കാര്യമുണ്ടോ? അർച്ചന, സംഭവം ഇത്രയേ ഉള്ളൂ. അച്ഛനിപ്പോ പറഞ്ഞതാണ് അതിന്റെ ശരി. സച്ചി ഇന്നലെ രാത്രി വന്നില്ല. അതിനർത്ഥം അവനെന്തെങ്കിലും അപകടം പറ്റിയെന്നാവില്ല. അങ്ങനെ അർത്ഥമൊക്കെ അതിന് കൊടുത്തത് നമ്മളാ, പിന്നെ പോലീസും. ജോത്സ്യം പറഞ്ഞ പ്രകാരം നാളെ വിവാഹം നടന്നിരിക്കണം. അതിനനുസരിച്ച് എല്ലാ ഒരുക്കങ്ങളും റെഡിയാക്കുകയും ചെയ്തു. മുഴുവൻ മാറ്റിവെച്ച് മുഹൂർത്തം കഴിയുമ്പോൾ സച്ചി ഇവിടേക്ക് എത്തിയാൽ ഇതൊക്കെയാണ് ഞങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ. അർച്ചന, ഇതിനൊരു തീരുമാനം പറഞ്ഞാൽ. ഈ പറഞ്ഞതിനൊക്കെ മേൽ ഞാൻ എന്ത് തീരുമാനം പറയാനാ? ഞാൻ സച്ചി എന്ന ആളുടെ ഭാര്യ. ബാക്കിയുള്ളത് അച്ഛനും കൂടെ പിറപ്പുകളും. ഭാര്യയായ എന്നുള്ള വിഷമൊന്നും ആരിലും ഞാനിവിടെ കാണുന്നില്ല. സച്ചിയേട്ടൻ നാളെ തന്നെ തിരിച്ചു വരുമെന്ന് നിങ്ങളൊക്കെ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾക്ക് തന്നെ സ്വയം പറഞ്ഞ് ആശ്വസിക്കാനുള്ളൊരു മാർഗമായാ ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ സച്ചിയേട്ടന്, അതായത് ഈ അച്ഛന്റെ മകനെ കാണാതായിട്ട് ഇത്രയും നേരമായി. ജീവിച്ചിരിപ്പുണ്ടോ അതോ എന്തെങ്കിലും അപകടം പറ്റിയോ ഒന്നും ഇപ്പോഴും തീർച്ചയില്ല. പോലീസ് അന്വേഷിക്കുന്നത് കടലിലും കായലിലും ഒക്കെയാ. അതെന്തിനാന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലിരിക്കുന്ന എന്നെ വിളിച്ചു വരുത്തിയിട്ട് നാളത്തെ വിവാഹം നടത്തണോ വേണ്ടോ എന്ന് ചോദിക്കുന്ന നിങ്ങളോട് ഞാൻ എന്ത് മറുപടി പറയണം? ഇതൊക്കെ അർച്ചന വെറുതെ ആലോചിച്ച് കൂട്ടുന്നതാ. സച്ചി നാളെ രാവിലെ വരില്ല. എനിക്ക് ഉറപ്പാ വരില്ലാന്ന്. അത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്താൻ ആരും നോക്കൊന്നും വേണ്ട. ഈ പറയുന്ന സച്ചി എന്ന മനുഷ്യൻ അച്ഛന്റെ മകൻ തന്നെയല്ലേ? നന്ദേട്ടന്റെ അനിയൻ തന്നെയല്ലേ? നിങ്ങളുടെയൊക്കെ വർത്തമാനത്തിന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അതാ ഞാൻ ഇറങ്ങി വന്നപ്പോ അച്ഛൻ ഇവിടെ പറയുന്നത് കേട്ടു. നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ടാണ് പോലീസ് വന്നതും വാർത്തയായതെന്നൊക്കെ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? വിവാഹം നടത്താൻ വേണ്ടി മിണ്ടാതിരിക്കണമായിരുന്നോ? നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തി ചോദിച്ചതൊക്കെ ഒരു ചടങ്ങിന് വേണ്ടി മാത്രമാണെന്നൊക്കെ എനിക്കറിയാം. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും ഈ വിവാഹം നടക്കും. എന്നാ എനിക്ക് വലുത് എന്റെ ഭർത്താവാ. അച്ഛനും കൂടെ പിറപ്പുകൾക്കും അങ്ങനെ അല്ലെങ്കിലും എന്റെ സച്ചേട്ടൻ തന്നെ എനിക്ക് വലുത്. നിങ്ങൾ ഈ വിവാഹം നടത്തുകയോ നടത്താതിരിക്കുകയോ എന്ത് വേണേലും ചെയ്തോ, എന്റെ വിഷയം അതല്ല. എനിക്ക് എന്റെ ഭർത്താവിനെ കണ്ടുപിടിക്കണം. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും ഞാൻ ആലോചിക്കുന്നുമില്ല. എന്റെ താലിയേക്കാൾ വലുതല്ല എനിക്ക് മറ്റൊന്നും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.